ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ശുഭദിനം. ദൈവം അനുഗ്രഹിക്കട്ടെ. അമേരിക്കൻ ജനത എക്കാലത്തും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു നാമമാണ് ജനറൽ റീഡ്. ബ്രിട്ടീഷ് അരാജകത്വത്തിൽ നിന്നും സമൂലമായ വിമോചനത്തിനായി അമേരിക്കൻ ജനത ഒരു തുറന്ന സ്വാതന്ത്ര്യ സമരം പ്രഖ്യാപിച്ച കാലം. ജനറൽ റീഡ് ആയിരുന്ന അമേരിക്കൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അമേരിക്കൻ ജനതയെ ഹൃദയപൂർവ്വം സ്നേഹിച്ചിരുന്നു. ജനറൽ റീഡിനെ സമീപിച്ചാൽ അഥവാ സ്വാധീനിച്ചാൽ നിശ്ചയമായും സ്വാതന്ത്ര്യ സമരത്തെ പരാജയപ്പെടുത്താം എന്ന് ബ്രിട്ടീഷ് കമ്മീഷണർമാർ ചിന്തിച്ചു. തൽഫലമായി കമ്മീഷണർമാരിൽ പ്രമുഖൻ ജനറൽ റീഡിനെ വന്നു കണ്ടു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ജനറൽ റീഡ്, അങ്ങയ്ക്ക് ഞങ്ങൾ ഇന്നു തന്നെ 10,000 സ്വർണ്ണ നാണയങ്ങൾ നൽകാം. അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സന്ധിയില്ലാ സമരത്തിൽ നിന്നും അമേരിക്കൻ നേതാക്കളെ പിന്തിരിപ്പിക്കണം. അതുകൂടാതെ ബ്രിട്ടീഷ് ഭരണതലത്തിൽ അമേരിക്കൻ ജനതയെ നയിക്കുവാൻ ആവശ്യമായ സ്ഥാനമാനങ്ങൾ നൽകി അങ്ങേ ആദരിക്കാം. ഇത് കേട്ട മാത്രയിൽ ജനറൽ റീഡ് രണ്ടാമത് ഒന്ന് ചിന്തിക്കാതെ പറഞ്ഞു, പ്രിയ സുഹൃത്തെ, സത്യത്തിൽ ഞാൻ ഒരു ദരിദ്രനാണ്. എന്നാൽ എന്നെയോ എൻ്റെ രാജ്യത്തെയോ ഒറ്റിക്കൊടുക്കുവാനോ വിൽക്കുവാനോ ഞാൻ തയ്യാറല്ല. എൻ്റെ ജീവനായ എൻ്റെ രാജ്യത്തിൻ്റെ സമൂലമായ ഉയർച്ചയാണ് എൻ്റെ ജീവിത ലക്ഷ്യം. ഇതേ ആവശ്യമായി ബ്രിട്ടീഷ് കമ്മീഷണർമാർ പലവരു ജനറൽ റീഡിനെ വന്നു കണ്ടു. അപ്പോഴൊക്കെ ജനറൽ റീഡ് ആദ്യം പറഞ്ഞ മറുപടി തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. എത്ര വൻ തുകയോ സ്വർണ സമ്മാനങ്ങളോ നൽകിയാലും എൻ്റെ രാജ്യത്തിനായി ഞാൻ അവയെ തിരസ്കരിക്കും എന്ന് പറയുവാനുള്ള ആർജവത്വവും ഉൾബലവും സത്യത്തിൽ ജനറൽ റീഡിന് ഉണ്ടായിരുന്നു. അഴിമതിയുടെ കറപുരളാത്ത മഹത് വ്യക്തിത്വം ധനമോ സ്ഥാനമാനങ്ങളോ പദവികളോ പ്രത്യേക അവകാശങ്ങളോ നൽകുന്ന മഹത്വത്തെക്കാൾ എത്രയോ സുന്ദരവും വലുതുമാണ് എന്നിലെ രാജ്യസ്നേഹമെന്ന് ജനറൽ റീഡ് പറയാതെ പറഞ്ഞു വെച്ചു. നമുക്കും അവകാശപ്പെടാൻ ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നു എന്ന് അഭിമാനത്തോട് നാം ഓർക്കണം. മഹാത്മജി നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, ഡോക്ടർ അംബേദ്കർ, മൻമോഹൻ സിംഗ്, ഇങ്ങനെ നീണ്ടുപോകുന്നു ആ മഹത് വ്യക്തികളുടെ നിര. ലഭിച്ച പദവികളും മഹത്വവും അവരൻ്റെയും സമൂഹത്തിൻ്റെയും സമൂലമായ നന്മയ്ക്കായി ഉപയോഗിക്കുവാൻ ഉൾവാഞ്ചയുള്ള നേതാക്കളാണ് സമൂഹത്തിൻ്റെ പൊതുസമ്പത്ത്. അത്തരത്തിലുള്ള നേതാക്കൾ മൺമറഞ്ഞു പോയാലും മനുഷ്യഹൃദയങ്ങളിൽ അവരെന്നും ജീവിച്ചുകൊണ്ടേയിരിക്കും. ജീവനും ജീവിതവും മനുഷ്യകുലത്തിൻ്റെ ആത്മരക്ഷയ്ക്കായി സമർപ്പിച്ച് ഇഹലോക ജീവിതത്തെ ധന്യമാക്കി തീർത്ത ജനറൽ റീഡിനെ ഇന്നത്തെ എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ മാതൃകയായി സ്വീകരിക്കുന്നുണ്ട്. രാജ്യവും പ്രജകളും അധപ്പതിച്ചാലും തൻ്റെ മഹത്വവും സ്ഥാനവും വരുമാനവും നഷ്ടമാകരുതെന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ മത സാമൂഹിക നേതാക്കളാണ് ഇന്നതയുടെ മഹാശാപം. തൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനായി ജീവനും ജീവിതവും സമർപ്പിക്കുവാൻ അഭിലഷിക്കുന്നവരാണ് യഥാർത്ഥ നേതാക്കൾ. വാസ്തവത്തിൽ സമൂഹത്തിലും രാഷ്ട്രത്തിലും മത സമൂഹത്തിലും ഇത്തരത്തിലുള്ള നേതാക്കളാണ് ആ സമൂഹങ്ങളുടെ സമ്പത്ത്. തൻ്റെ ജീവനെ സമർപ്പിക്കുന്നതാണ് ത്യാഗപൂർണമായ സ്നേഹമെന്ന് ക്രിസ്തുനാഥൻ്റെ പ്രഖ്യാപനം നമുക്ക് എപ്പോഴും ഹൃദയത്തിൽ വഹിക്കാം. നാം എല്ലാവരും നേതാക്കളാണ്. ഒരുപക്ഷെങ്കിൽ വീട്ടിലെ, അല്ലെങ്കിൽ നാട്ടിലെ, അല്ലെങ്കിൽ സമൂഹത്തിലെ നാം ആയിരിക്കുന്ന പന്ഥാവിൽ നമുക്ക് ജനറൽ റീഡിനെ പ്രവൃത്തിതലത്തിൽ മാതൃകയാക്കാം. ക്രിസ്തുവിൻ്റെ ആദർശം ജീവിതതലത്തിൽ ധന്യമാകട്ടെ. മനുഷ്യരായ നമ്മളുടെ ഓരോ നിമിഷ ജീവിതവും ധന്യതയിൽ അനുഗ്രഹത്തിൽ ആയിത്തീരുവാൻ സർവശക്തൻ നമ്മെ നയിക്കട്ടെ. ശുഭദിനം ആശംസിക്കുന്നു. നന്ദി.